ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ആസ്ക് us. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെയിലി ന്യൂസ് അനാലിസിസിലെ ടോപ്പിക്സ് 20th നവംബർ 2021 ന്യൂസുകളാണ്. ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് നോക്കാം. യൂണിഫോം സിവിൽ കോഡ്, റിപ്പീലിംഗ് ലോസ്, സ്മാർട്ട് പോലീസിംഗ് ഇൻഡെക്സ്, പ്രൊജക്ട് സംഹതി, LCH ആൻഡ് UAVs. ഇത്രയും ഒരു 5 ടോപ്പിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് GS പേപ്പർ 2 DPSPയുടെ ടോപ്പിക് ആയിട്ട് വരുന്നതാണ്. ഇതിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ടും ഒക്കെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് വുമൺ, ഇത്തരം ഏരിയാസ് എല്ലാം GS പേപ്പർ 2 ടോപ്പിക്സ് തന്നെയാണ്. റീസെന്റ് അലഹബാദ് ഹൈക്കോർട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്ത് UCCക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയുണ്ടായി. ഈ കോർട്ടിന്റെ കേസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ഷൻ വരുവാൻ കാരണം എന്ന് പറയുന്നത് ഏകദേശം 17ൽ കൂടുതൽ പെറ്റീഷൻസ് ഇന്റർഫെയ്ത്ത് കപ്പിൾസ്, അതായത് മാരേജസ് ഒന്നുകിൽ കൺവെർഷൻ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ടോ കാര്യങ്ങളൊക്കെ കല്യാണം കഴിച്ച് ഒരുപാട് പേര് കൊടുത്ത കേസുകളുടെ പുറത്താണ് UCC ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പ്രോസസ്സ് തുടങ്ങണമെന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് അലഹബാദ് ഹൈക്കോർട്ട് പറഞ്ഞു. എന്തൊക്കെയാണ് നമുക്ക് ഈ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് നോക്കാം. ന്യൂ ആന്റി കൺവേർഷൻ ലോ, ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശ് റീസെന്റ് പാസ് ചെയ്ത ഒന്നാണ് ആന്റി കൺവേർഷൻ ലോ, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പ്രിവെൻഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ ആക്ട് 2021 എന്ന് പറയുന്ന നിയമം. അപ്പൊ ഈ നിയമപ്രകാരം മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഒരു ഡിസ്ട്രിക്ട് അതോറിറ്റിയുടെ എൻക്വയറി ഇല്ല. അത് ഡിസ്ട്രിക്ട് എൻക്വയറിയുടെ ആവശ്യം എന്ന് പറയുന്നത് ആ ഒരു കൺവേർഷൻ വോളണ്ടറി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർബന്ധം പ്രകാരമാണോ അല്ലെങ്കിൽ ത്രെറ്റിന് ബേസ്ഡ് ആണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു എൻക്വയറി എന്ന് പറയുന്നത്. അപ്പൊ ആ ആക്ട് മാൻഡേറ്റ് ചെയ്യുന്ന ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അപ്രൂവൽ നെസസറി ആണ് എന്നാണ്. അതായത് ഒരു കൺവേർഷൻ ഇല്ല എന്നുള്ളൊരു കേസിൽ ഫോഴ്സ്ഡ് കൺവേർഷൻ അല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് അവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടില്ലാത്ത പക്ഷം റിലീജിയസ് കൺവേർഷൻ മാരേജസിന് വേണ്ടി അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ കോർട്ട് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് മാരേജ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ആ ഒരു പവർ ലാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു വിത്ത്ഹോൾഡ് ചെയ്യേണ്ട പവർ ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കേസ് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന അപ്രൂവൽ ഈ ഡയറക്ടറിയുടെ കാര്യങ്ങൾ മാൻഡേറ്ററി അല്ല, അതിന്റെ ആവശ്യകത ഇല്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിനെ കല്യാണം കഴിക്കാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ള കാര്യം ചിന്തിക്കാം. അതുപോലെ തന്നെ രാജ്യം മൊത്തം ഒരു ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്. അങ്ങനെ ആർട്ടിക്കിൾ 41 വരെ തകർക്കുന്ന രീതിയിലാണ് ഇത്തരം ലോസ് ഉള്ളത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഇവിടെ നമ്മുടെ പേഴ്സണൽ ലിബർട്ടീനെ കൂടി ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കാര്യമുള്ളത്. അപ്പൊ അത് രണ്ടുമൊക്കെ നിലവിലെടുത്തിട്ട് കോർട്ട് ഒബ്സർവ് ചെയ്ത കാര്യം അങ്ങനെയുള്ള ഒരു അപ്രൂവലിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് ഒരു കാര്യം അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയുടെയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ ക്ലാനിന്റെയോ സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെയോ ഒന്നും കൺസെന്റ് ആക്ച്വലി വൺസ് ഇൻഡിവിജ്വൽസിന് കല്യാണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ വെഡ്ലോക്കിനോ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന മറ്റു കാര്യം എന്ന് പറയുന്നത് പോലീസിനെ, അതായത് ഇത്തരം കപ്പിൾസ്, ഇന്റർഫെയ്ത്ത് കപ്പിൾസിന്റെ പ്രൊട്ടക്ഷൻ പോലീസ് ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് UCC ഇംപ്ലിമെന്റേഷൻ വന്നാൽ മാത്രമാണ് ഇത്തരം മെറിറ്റോക്രസീസ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാതിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ പറയുന്ന ആന്റി കൺവെർഷൻസ് ലോസ് കാര്യങ്ങളൊന്നും അധികമായിട്ട് ഇവിടെ ആവശ്യകത കണ്ടുവരില്ല. യൂണിഫോം സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പൊ ഈ കേസുകൾ, ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ വളരെ ഫോഴ്സ്ഡ് ആയിട്ട് വരുന്നതാണ്. ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ഭരണത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ 1941 ഹിന്ദു ലോ ഒന്ന് കോഡിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു BN റാവോ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പൊ അത് പ്രകാരം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് UCC എന്ന് പറയുന്നത്. UCC എന്ന് പറയുന്നത് എന്താണ്, എൻറ്റയർ കൺട്രിക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ ഓരോ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് അവരുടെ മാരേജ്, ഡൈവേഴ്സ്, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻസ്, ഇത്രയും കാര്യങ്ങളെ പറ്റിയുള്ള നിയമസംഹിതയിലെയാണ് UCC എന്ന് പറയുന്നത്. അത് റിലീജിയസ് കമ്മ്യൂണിറ്റികളുടെ വ്യത്യാസമില്ല, ഓവറോൾ ഇന്ത്യയിലെ എല്ലാ സിറ്റിസൺസിനും ഒരുപോലെ വരുന്ന ഒരു കേസാണ് UCC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 44 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, DPSPയുടെ ഭാഗമാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 44 പ്രകാരം പറയുന്നത് സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു സെക്യൂർ എ UCC ഫോർ ദ സിറ്റിസൺസ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതായത് യൂണിഫോം സിവിൽ കോഡ് സ്റ്റേറ്റ് കൊണ്ടുവരാം, അതാണ് ഒരു സ്റ്റേറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ് സഹായിക്കുക എന്നുള്ളത് DPSPയുടെ അകത്ത് പറയുന്നത്.
ഇൻ ഓർഡർ ടു ബ്രിങ് യൂണിഫോമിറ്റി എന്താണ് കോർട്ടുകൾ പറയുന്നത് എത്രയും പെട്ടെന്ന് UCC കൊണ്ടുവരണം എന്ന് തന്നെയാണ്. അതിപ്പോ നമുക്ക് ഷാബാനോ കേസ് 1985 കേസ് ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ സുപ്രീം കോർട്ടിന്റെ ഷൈറബാനോ കേസ് 2017 എന്ത് തന്നെയാണ് ഒരു ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ അത്തരം രീതിയിലെല്ലാം ഇത്രയും കേസുകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഒരു യൂണിഫോം ആയിട്ടുള്ള സിവിൽ കോഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അത്തരം രീതിയിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കേസുകളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒഴിവാക്കാനും പറ്റും. ഇനി ഇത് വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാഷണൽ ഇന്റഗ്രേഷൻ ഉണ്ടായിരിക്കും. അതായത് മൊത്തം ആൾക്കാർക്ക് എന്താണ് ഒരേ സിവിൽ കോഡുകൾ കാര്യങ്ങൾ വരുന്നതുകൊണ്ട്. അതുപോലെ തന്നെ സമയം മാറുന്നതിനനുസരിച്ച് ഇന്റർഫെയ്ത്ത് മാരേജസ് റിലേഷൻഷിപ്സ് കാര്യങ്ങളൊക്കെ ഈ റീസെന്റ് ടൈംസിൽ വളരെ കൂടി വരികയാണ്. അപ്പൊ ഒരിക്കലും ഓരോ കാസ്റ്റിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ലോവിനേക്കാൾ നല്ലത് ഒരു നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒറ്റ ലോ തന്നെ. അതുപോലെ തന്നെ വൾണറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റീസിന് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ കൂടി വരും. ഇപ്പൊ ഈ വുമൺ അല്ലെങ്കിൽ റിലീജിയസ് മൈനോറിറ്റീസ് ഇവരുടെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഈ UCC കൊണ്ട് നമുക്ക് നേടാവുന്നു. അതുപോലെ തന്നെ സെക്യുലറിസം എന്നുള്ള ഒരു ഐഡിയ നമ്മൾ വളരെ എവിഡന്റ് ആയിട്ട് നമ്മുടെ എന്തിന്റെ അകത്ത് പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ സെക്യുലറിസം എന്ന് പറയുമ്പോൾ എന്താണ്, പ്രിയാമ്പിളിന്റെ അകത്ത് തന്നെ പറയുന്ന ഈ സെക്യുലറിസം എല്ലാവർക്കും ഒരുപോലെ റൂൾ ആകുമ്പോഴാണ് അത് കുറച്ചുകൂടി വാലിഡ് ആവുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു സെക്യുലറിസം ആവുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ലോസ് ഒക്കെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഓരോ ജാതികൾക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ കാസ്റ്റിനും വേണ്ടിയിട്ട് ഓരോ മാരേജ് സെറമണിയോ അല്ലെങ്കിൽ ഓരോ ഇൻഹെറിറ്റൻസ് ഓരോ തരത്തിലുള്ള സെക്ഷൻസ് അഡോപ്ഷൻ ലൂസ് ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ട് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഹൈക്കോർട്ട് അത്തരം കോർട്ടുകൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു കോമൺ ആയിട്ടൊരു ലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഫോർബിഡ്. ഇതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ചാലഞ്ചസ് കമ്മ്യൂണൽ പൊളിറ്റിക്സും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹഡിലാണ്. കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഈ യൂണിഫോം സിവിൽ കോഡ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ലാർജ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി അതിനെ മെജോറിറ്റേറിയനിസം ആയിട്ടാണ് കാണുന്നത്. അതായത് അങ്ങനെയുള്ള ഒരു സോഷ്യൽ റിഫോം ആണ്. അതായത് മൈനോറിറ്റീസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഈ പറയുന്ന UCCയുടെ അകത്ത് വരുമോ എന്നുള്ള ഒരു പ്രശ്നം അതിൻ്റെ അകത്ത് ഉദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 25 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്, ഫ്രീഡം ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ ഗെറ്റ്സ് ഇൻ ടു കോൺഫ്ലിക്ട് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി. അതായത് ആർട്ടിക്കിൾ 40 കേസിൽ നിൽക്കുന്നത് എന്താണ്, അതുമായിട്ട് ഇവർക്ക് ഈ പറയുന്ന റിലീജിയനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊമോഗുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പ്രകാരം അവരവരുടെ ജാതീസിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇതിനെതിരാവും എന്നുള്ള ഒരു കേസ് കൂടിയാണ്. അങ്ങനെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹഡിൽ കൂടി ഇതിന്റെ ഭാഗത്ത് കിടക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുക, സൊസൈറ്റിയുടെ അകത്ത് ട്രസ്റ്റ് കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ട് എല്ലാ സോഷ്യൽ റിഫോമേഴ്സിനും എല്ലാ റിലീജിയസ് എന്നുള്ള കൺസർവേറ്റീവ്സിനും എല്ലാവരും സെലക്ട് ചെയ്തുകൊണ്ട് വേണം ഇത്തരം UCCകളുടെ കോഡിഫിക്കേഷൻ നടത്തേണ്ടത് എന്ന്. അപ്പൊ അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ പ്രശ്നങ്ങളില്ലാതെ നമുക്കിത് ഡീൽ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പീലിംഗ് ആൻഡ് ലോ. ഈ അടുത്ത് പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തൊരു കാര്യമാണ് 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫാം ലോസ് എന്താണ് 2020 പാസ് ചെയ്ത ആ ലോസ് അപ്കമിംഗ് ആയിട്ടുള്ള വിന്റർ സെഷനിൽ എന്ത് ചെയ്യും, റിപ്പീൽ ചെയ്യും എന്നുള്ളത് പറയുന്നത്. GS പേപ്പർ 2 പാർലമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് റിപ്പീലിംഗ് എ ലോ എന്ന്. ആർട്ടിക്കിൾ 245 കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിന് നൽകുന്ന ഈ ഒരു പവർ. ആ ഒരു പവർ വെച്ചിട്ട് എന്താണ്, അവർക്ക് ലോസ് മേക്ക് ചെയ്യാം ഫോർ എവിടേക്കാണ്, ഓൾ ഓർ എനി പാർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ടു ദ പവർ ടു മേക്ക് ലോസ് ഫോർ ദ സ്റ്റേറ്റ്. അതായത് പാർലമെന്റിന് ഇന്ത്യയിലോ ഒരു പെർട്ടിക്കുലർ ഭാഗത്തോ അല്ലെങ്കിൽ മൊത്തത്തിലോ ഒരു ലോ പാസ് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന് അവരുടെ സ്റ്റേറ്റിന്റെ അകത്ത് ലോ പാസ് ചെയ്യാനുള്ളതായിട്ടുള്ള റൈറ്റ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 245 ആണ്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിപ്പീൽ ചെയ്യാനുള്ള ആ ഒരു പവറും കൂടി സെയിം ആർട്ടിക്കിൾ 245 അകത്ത് തന്നെയാണ് കൊടുക്കുന്നത്. അതും ഈ പറയുന്ന റിപ്പീലിംഗ് ഓഫ് ലോ എന്ന് പറയുന്നത് പവർ ഓഫ് പാർലമെന്റിന്റെ കീഴിൽ വരുന്നത് തന്നെയാണ്. അതും ഒരു ലോ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഈ ലോ പ്രകാരം എങ്ങനെയൊക്കെ നമുക്ക് റിപ്പീൽ ചെയ്യാം, ഒന്നുകിൽ അത് എൻറ്റയർലി റിപ്പീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ട്, അല്ലെങ്കിൽ അതിന്റെ കോൺട്രവെൻഷൻ വരുന്ന ഭാഗങ്ങൾ മാത്രം, അത്തരം രീതിയിലൊക്കെ എന്താണ് ഇതിനെ റിപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പൊ റിപ്പീൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അകത്ത് വെക്കാവുന്ന 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നൊരു സൺസെറ്റ് ക്ലോസ് ആണ്. സൺസെറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേഷൻ എന്താണ്, ഒരു സൺസെറ്റ് ക്ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് ശേഷം ഇത് എന്താണ് ഓട്ടോമാറ്റിക്കലി അത് സീസ് ടു എക്സിസ്റ്റ് ആണ്. ഇതിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെററിസ്റ്റ് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അല്ലെങ്കിൽ ടഡ എന്ന് പറയുന്ന ആ ഒരു ലോ, അതിനൊരു സൺസെറ്റ് ക്ലോസ് ഉണ്ടായിരുന്നു. അത് 1995 ഓട്ടോമാറ്റിക്കലി എന്തായി പോകും, ലാപ്സ് ആയി. അതല്ലാത്ത ഈ സൺസെറ്റ് ക്ലോസ് ഇല്ലാത്ത കേസുകളിൽ എന്താണ് പാർലമെന്റ് അനദർ ലെജിസ്ലേഷൻ കൊണ്ടുവന്നിട്ട് വേണം ഇത്തരം ലോസിനെ റിപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്.
റിപ്പീലിംഗ് ലോസിന് വേണ്ടിയിട്ട് സൺസെറ്റ് ക്ലോസ് ഇല്ലെങ്കിൽ പാർലമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ അവർക്ക് ലെജിസ്ലേഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരണം. ആ ലെജിസ്ലേഷൻ കൊണ്ടുവന്ന ഒന്നെങ്കിൽ ഒരു ഓർഡിനൻസ് വഴിയാവാം, അതല്ലാത്ത കേസിൽ എന്താണ് ലെജിസ്ലേഷൻ വഴി. ഓർഡിനൻസ് വഴിയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു പാർലമെന്റ് ലോ പിന്നീട് ഒരു 6 മാസത്തിന്റെ അകത്ത് ചേഞ്ച് ചെയ്താൽ മതി. ആ ചേഞ്ച് ചെയ്യാത്ത പക്ഷം എന്താണ് വീണ്ടും ആ ഒരു ലോ എന്ത് ചെയ്യും റിവൈവ് ചെയ്യാൻ പറ്റും. അതേസമയം ലെജിസ്ലേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് നോർമലി എങ്ങനെയാണോ പാസ് ചെയ്യുന്ന അത്തരം രീതിയിൽ തന്നെ പ്രസിഡന്റിന്റെ അസന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു ലോസ് കാര്യങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി റിപ്പീൽ ചെയ്യാൻ പറ്റും. യൂഷ്വലി ബിൽസിന് ടൈറ്റിൽ വെക്കുക റിപ്പീലിംഗ് ആൻഡ് അമെന്റ്മെന്റ് എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പൊ അത് എന്താണ് പ്രോപ്പറായിട്ട് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലോ റിപ്പീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു എന്തെന്ന് പറയുന്നത് ലോ റിപ്പീൽ ചെയ്യുന്നതിന്റെ ബന്ധപ്പെട്ട ആർട്ടിക്കിളും അതിന്റെ ആ ഒരു പ്രൊസീജിയർ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ്, ഒന്നെങ്കിൽ ഓർഡിനൻസ് അല്ലെങ്കിൽ ലെജിസ്ലേഷൻ ത്രൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് പോലീസിംഗ് ഇൻഡെക്സ്. സ്മാർട്ട് പോലീസിംഗ് ഇൻഡെക്സ് 2021 GS പേപ്പർ 3ലെ വേരിയസ് സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് ഏജൻസീസ് ആൻഡ് ദെയർ മാൻഡേറ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ്സ് ആൻഡ് കേസസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് സ്മാർട്ട് പോലീസിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതൊരു നാഷണൽ വൈഡ് ആയിട്ടുള്ള സർവേ ആണ്. ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ IPFന്റെ ഒരു സർവേ കണ്ടക്ട് ചെയ്ത പ്രകാരമുള്ള ഒരു റിപ്പോർട്ടാണ് ഈ പറയുന്ന സ്മാർട്ട് പോലീസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം ബീഹാറും ഉത്തർപ്രദേശ് എന്നാണ് വളരെ ലോവസ്റ്റ് ആയിട്ടാണ് അവരുടെ ആ ഒരു സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏർലിയർ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനോടും സ്റ്റേറ്റ് ഗവൺമെന്റ്സിനോടും പറഞ്ഞിട്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2006 കേസിൽ അവരെന്താണ് ചില ജഡ്ജ്മെന്റുകൾ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് സ്മാർട്ട് പോലീസിംഗ് എന്ന് പറയുന്നത്? സ്മാർട്ട് പോലീസിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു PM കോൺഫറൻസ് ഓഫ് DGPസും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസ് ഒക്കെ കൂടി നടത്തിയ ഒരു മീറ്റിംഗിന്റെ പ്രകാരമായിട്ട് വന്നു. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് സ്ട്രിക്റ്റ് ആൻഡ് സെൻസിറ്റീവ്, മോഡേൺ ആൻഡ് മൊബൈൽ, അലേർട്ട് ആൻഡ് അക്കൗണ്ടബിൾ, റിലയബിൾ ആൻഡ് റെസ്പോൺസീവ്, ടെക്കോ സേവി ആൻഡ് ട്രെയിൻ, അങ്ങനെയുള്ള ആ പോലീസിന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ സിസ്റ്റമിക് ചേഞ്ചസിനെ എൻവിസേജ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആണ് സ്മാർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് സ്ട്രാറ്റജി കമ്പൈൻഡ് വിത്ത് ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ടെക്നോളജി അഡോപ്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽ ആറ്റിറ്റ്യൂഡ്സ്, ഇത്രയും ഡീപ്പ് കമ്മിറ്റ്മെന്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പോലീസിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ അത് പ്രകാരം കൊണ്ടുവന്ന ഒന്നാണ് സ്മാർട്ട് പോലീസിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ IPF സർവേ, ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷന്റെ ആ ഒരു സർവേ പ്രകാരമാണ് ഇതെന്ത് വരുന്നത് മുന്നോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. സ്മാർട്ട് പോലീസിംഗ് ഇനീഷ്യേറ്റീവിന്റെ ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പല ക്വസ്റ്റനേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താണ് അതിനെ വാല്യൂ ചെയ്യും. ഓവറോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് പോലീസിംഗ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ്. സിറ്റിസൺസിന്റെയും അല്ലെങ്കിൽ റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സും സിവിൽ സർവൻസും അക്കാഡമിക്കും ലോയേഴ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും പോലീസുകാർ മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സർവേയിലെ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 6 ഇൻഡിസസ് കോമ്പിറ്റൻസ് ബേസ്ഡ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് എന്തൊക്കെയാണ് അവരുടെ സെൻസിറ്റിവിറ്റി, ആക്സസിബിലിറ്റി, റെസ്പോൺസീവ്നെസ്, ടെക്നോളജി അഡോപ്ഷൻ, ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ട് ഒരു 6 ഇൻഡെക്സ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 3 ഇൻഡെക്സ് എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതായത് ഇന്റഗ്രിറ്റി ഓഫ് പോലീസ്. മൂന്നാമത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒറ്റ ഇൻഡെക്സ് ഉള്ളൂ, അതിൻ്റെ അകത്ത് ട്രസ്റ്റ് ആണ് കോർ ആയിട്ടുള്ള പാർട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ 10 ഇൻഡെക്സുകളും ചേർത്തിട്ട് 6+3+1 അങ്ങനെയുള്ള 10 ഇൻഡെക്സുകളും ചേർന്നിട്ട് ഇവർക്ക് ഒരു സ്കോർ സെറ്റ് ചെയ്യും ഔട്ട് ഓഫ് 10. അതിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആൾക്ക് എന്താണ് 10 തന്നെ കിട്ടും. അപ്പോ ഇനി ഈ ഇൻഡെക്സ് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഇൻഡെക്സിന്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ ഏകദേശം 66.93% ആൾക്കാർ പറയുന്നത് സ്ട്രോങ്ലി അവരെന്താണ് പോലീസിനെ സപ്പോർട്ട് ചെയ്യാനാണ്. ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അകത്ത് ബാക്കിയുള്ള 34% ആൾക്കാർക്ക് ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. 34% എന്ന് പറയുന്നത് ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ വലിയൊരു പോപ്പുലേഷൻ കൂടിയാണ്. സദേൺ സ്റ്റേറ്റ്സും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റും ഈ പറയുന്ന ഇൻഡെക്സിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ടോപ്പ് 5 ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആസാം, കേരള ആൻഡ് സിക്കിം. ഒന്നുകൂടി പറയാം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ആസാം, കേരള ആൻഡ് സിക്കിം. അതേസമയം വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ബീഹാർ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആൻഡ് പഞ്ചാബ് ആണ്. ഓക്കെ,
അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസിന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കണം എന്നതിനുള്ള വേണ്ടിയിട്ടുള്ള മറ്റൊരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആണ് പോലീസ് റിഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോലീസിന്റെ ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിവിടെ പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ടു ട്രാൻസ്ഫോം ദ വാല്യൂസ്, കൾച്ചർ, പോളിസീസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് പോലീസ്. പോലീസ് ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള വാല്യൂസ്, കൾച്ചർ, അവരുടെ പോളിസീസ്, പ്രാക്ടീസസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് റിഫോം ചെയ്യുന്നതാണ്. ഒന്നുകൂടി നന്നാക്കി എടുക്കാം. മൊത്തത്തിൽ മാറ്റുക എന്നുള്ളതല്ല, അതിനെ നന്നാക്കി എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അത് അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിലായാലും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഡെമോക്രാറ്റിക് വാല്യൂസ്, ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ, ഇത്തരം കാര്യങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, മറ്റു സെക്യൂരിറ്റി ഫോഴ്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് കറക്ഷൻസ് ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ്, പാർലമെന്ററി, ഇന്റർഡിപെൻഡന്റ് അതോറിറ്റീസ്, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ എങ്ങനെയൊക്കെയാണ് ഇത് ടോട്ടലി മാനേജ് ചെയ്തു പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുടിയിരുത്തിയിട്ടുള്ള ഒരു റിഫോംസ് ആണ് പോലീസ് റിഫോംസ് എന്നാണ്. ബേസിക്കലി ഈ പോലീസ് എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലെ ഷെഡ്യൂൾ 7-ലാണ്. ഷെഡ്യൂൾ 7-ലുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പോലീസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ട് സംഹതി. പ്രൊജക്ട് സംഹതി എന്ന് പറയുന്നത് GS പേപ്പർ 2-ലെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മദർ ടങ്ങിലുള്ള പ്രൈമറി ക്ലാസ്സസ് കൊടുക്കണമെന്നാണ്. പക്ഷെ ഡൈവേഴ്സ് ലാംഗ്വേജിലുള്ള ഈ ട്രൈബൽ പീപ്പിൾസിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത്. പക്ഷേ ഒഡീഷ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു 10 കൊല്ലത്തോളമായിട്ട് വളരെ ലോങ് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട് അവരെന്താണ് മൾട്ടിലിംഗൽ എഡ്യൂക്കേഷൻ എന്താണ് വളരെ ഹാൻഡി ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു ആസ്പെക്ട് എന്ന് പറയുന്നതാണ് മദർ ടങ് ബേസ്ഡ് മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ MTBMLE എന്ന് പറയുന്നത്. അതാണ് ഈ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ട്രൈബൽ ലാംഗ്വേജസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെയധികം സഹായിച്ചത്. ഒഡീഷ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ് സംഹതി എന്ന് പറയുന്നത്. ST&SC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒഡീഷയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇന്റന്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ട്രൈബൽസിനെ അഡ്രസ് ചെയ്യുക. അവരുടെ ആ എലിമെന്ററി ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ഏർലി ഗ്രേഡ്സിൽ വെച്ചിട്ട് തന്നെ അവരുടെ ആ ഒരു ലാംഗ്വേജ് ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് പ്രകാരം ഏകദേശം 2.5 ലാക്ക് സ്റ്റുഡൻസ് അല്ലെങ്കിൽ 1450 പ്രൈമറി സ്കൂളുകൾ സ്റ്റേറ്റിലൂടെ ഇവർ എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്താണ് ഈ പറയുന്ന ലാംഗ്വേജസിന് ഉണ്ടാവുന്ന ഇഷ്യൂസ് അവർ അഡ്രസ് ചെയ്യും. ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ SCSTRTA എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവർ അലോങ് വിത്ത് അക്കാഡമി ഓഫ് ട്രൈബൽ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ, ATLC എന്ന് പറയുന്നത് അക്കാഡമി ഓഫ് ട്രൈബൽ ലാംഗ്വേജ് കൾച്ചർ, രണ്ടുപേരും ചേർന്നിട്ട് എന്താണ് ഈ ഒരു പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഭുവനേശ്വറിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൾട്ടിലിംഗ്വൽ ലേണിംഗ് എന്ന് പറഞ്ഞത് അണ്ടർ സംഹിതി, ഈ സംഹിതിയുടെ കീഴിൽ അവര് ചില ഫങ്ഷണൽ നോളജ് കാര്യങ്ങളൊക്കെ എന്താണ് ടീച്ചേഴ്സിന് പ്രൈമറി ലെവലിൽ തന്നെ കൊടുത്ത് ട്രൈബൽ ലാംഗ്വേജസിനും അതുപോലെ തന്നെ ട്രൈബൽ സ്റ്റുഡൻസുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കി കൊണ്ടുവരുന്നുണ്ട്. ഒഡീഷയിലെ ആദിവാസി കമ്മ്യൂണിറ്റീസിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 ലാംഗ്വേജസ് ഉണ്ട്. അവരുടെ സംസാര ലാംഗ്വേജസ് 21 ഉണ്ട്. അതിൻ്റെ അകത്ത് സന്താളി മാത്രമാണ് 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റുകളുള്ള ലാംഗ്വേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6ഓളം സ്ക്രിപ്റ്റുകളുള്ള ലാംഗ്വേജ് ഉണ്ട്. സന്താളി, ഹോ, സൗര, മുണ്ട, കുയ് എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസിൽ എന്താണ് റിട്ടേൺ സ്ക്രിപ്റ്റ് കൂടി ഉണ്ട്. പക്ഷെ സന്താളി മാത്രമാണ് 8th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള മോണോലിംഗ്വൽ ആയിട്ടുള്ള സ്കൂളുകൾസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും ആൾക്കാർക്ക് അത് പഠിച്ചെടുക്കാം. അപ്പൊ മൾട്ടിലിംഗ്വൽ ആയിട്ടുള്ള സ്കൂളുകളാണ് അവർ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അത്തരം രീതിയിൽ വരുമ്പോൾ ഇങ്ങനെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം ആ ഒരു മോഡൽ കൺസിഡർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് കൂടിയും ട്രൈബൽ ലാംഗ്വേജസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് LCH ആൻഡ് അതുപോലെ തന്നെ UAVs ആണ്. റീസെന്റ് പ്രൈം മിനിസ്റ്റർ ഇൻഡിജിനസ്ലി ബിൽഡ് ചെയ്ത ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റേഴ്സ് HAL ഡിസൈൻ ചെയ്താണ്. HALന്റെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റേഴ്സ് അതുപോലെ തന്നെ 2 ചെറിയ ഡ്രോണുകളും സ്വിച്ച് 1.0 UAV MR-20 എന്ന് പറയുന്ന 2 UAVകളും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വഴി കൊടുക്കുകയുണ്ടായി. LCH എന്ന് പറയുന്നത് ഒരു ട്രൂലി മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് തന്നെയാണ്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് മാത്രം. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ തന്നെ മെയ്ക്ക് ചെയ്തെടുത്ത ഒന്നാണ്. LCH എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന്റെ ഒരു ഹെലികോപ്റ്റർ ഡിവിഷനിലെ പുതിയൊരു അഡീഷൻ ആണ്. ആ ഒരു ട്വിൻ എഞ്ചിൻ ആയിട്ടുള്ള ഹെലികോപ്റ്റർ
ഒരു ഏകദേശം 5 to 8 ടൺ ക്ലാസിന്റെ അകത്ത് വരുന്നതാണ്. അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ട്, സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എനിമി എയർ ഡിഫൻസിനെ ഡിസ്ട്രക്ട് ചെയ്യാനും കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിലും സെർച്ച് ആൻഡ് റെസ്ക്യൂ, ആന്റി ടാങ്ക് ഓപ്പറേഷൻ, കൗണ്ടർ സർഫേസ് ഫോഴ്സ് ഓപ്പറേഷൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ LCH ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 5000 ഓൾട്ടിറ്റ്യൂഡിൽ വരെ ടേക്ക് ഓഫ് ചെയ്യാവുന്ന ഒന്നാണ് ഈ പറയുന്ന LCH എന്ന് പറയുന്നത്. അതിൽ ഇത്രയും ലോഡ് ഓഫ് വെപ്പൺസും ഫ്യൂവൽസും ഉൾപ്പെടുത്തിയിട്ടാണ് അത്രയും 5000 ഓൾട്ടിറ്റ്യൂഡിൽ പോകാൻ പറ്റാവുന്നത്. അത് ഈ പറയുന്ന LCHന്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ LCH നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൈഡ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ -50 to 50 ഡിഗ്രി സെൽഷ്യസ് വരെ പ്രോപ്പർ ആയിട്ട് അത് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ കൂടി അത് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. LCH വിൽ ബി ഇവൻച്വലി ഈ പറയുന്ന ലൈൻ ഓഫ് കൺട്രോളിൽ ചൈനയുമായിട്ടുള്ള ലൈൻ ഓഫ് കൺട്രോളും കാര്യങ്ങളും ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ അവിടെ ഉള്ളത് അപ്പാച്ചെ ഹെലികോപ്റ്റേഴ്സ് ആണ്, AH-64E ഒക്കെ. അതിന് അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന LCH കൂടി എന്ത് ചെയ്യും, ഇവൻച്വലി അവരവിടെ ഡിപ്ലോയ് ചെയ്യാനുള്ള സാധ്യത. ഇനി UAVയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UAV 2 എണ്ണമാണ്. ഒന്ന് സ്വിച്ച് 1.8 UAV. അത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഏകദേശം 1.5 hours ഫ്ലൈറ്റ് ടൈമും 15 കിലോമീറ്റേഴ്സ് റേഞ്ചും ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം 4500 മീറ്റർ ഹൈറ്റിൽ വരെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ട് ഇന്ത്യൻ ആർമിയുടെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള സർവൈലൻസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏകദേശം വളരെ ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലും അല്ലെങ്കിൽ നൈറ്റ് സർവൈലൻസിനും കാര്യങ്ങൾക്കൊക്കെ ഒരു സർവൈലൻസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്വിച്ച് 1.8 UAV. അതേസമയം MR-20 എന്ന് പറയുന്ന ഒരു ഹെക്സാകോപ്റ്റർ ഡ്രോണുകളാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ലോഡ് കീപ്പ് ചെയ്യാൻ ഏകദേശം 20 കിലോ വരെയൊക്കെ ലോഡ് താങ്ങാവുന്ന ഒരു ഡ്രോണുകളാണ് MR-20 ഹെക്സാകോപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രകാരം എന്താണ്, ഫുഡ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്, എമർജൻസി മെഡിക്കൽ എയ്ഡ്, അമ്മ്യൂണേഷൻ, വെപ്പൺസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഫോർവേഡിങ് ഏരിയാസിൽ ഒരു ഹൈറ്റ്സിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഡ്രോണുകളാണ് MR-20 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫൻസ് ടെക്നോളജിയുടെ പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററിന്റെ കാര്യം, അതുപോലെ തന്നെ ബാക്കി 2 UAVs ആണ്. അതിൽ സ്വിച്ച് എന്ന് പറയുന്ന ഒരു സർവൈലൻസ് പർപ്പസ് ആണെങ്കിൽ MR-20 എന്ന് പറയുന്നതാണ് ലോഡ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ UCC യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് തീർച്ചയായിട്ടും നോക്കുക. അതുപോലെ തന്നെ ലോ റിപ്പീൽ ചെയ്ത് ഒറീസയിലുള്ള ഈ സ്കീമും പിന്നെ സ്മാർട്ട് പോലീസിങ്ങും UAV അല്ലെങ്കിൽ ഈ പറയുന്ന UAV കാര്യങ്ങളൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആണ്. ഇതിന്റെ നെയിംസ് കാര്യങ്ങൾ തന്നിട്ട് അതിന്റെ ഒരു ഡെഫിനിഷൻസ് തരാം. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒന്നുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് കാര്യങ്ങൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണെങ്കിൽ പോലും തീർച്ചയായിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.